അയ്യോ, ഇതിപ്പോ എന്താ ചെയ്യാ? ഇങ്ങനെ വെള്ളം പൊക്കോണ്ടിരിക്കുകയാണല്ലോ. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ ഇപ്പൊ റെഡിയാക്കാമെന്നുള്ളൊരു വീഡിയോ ആണ്. ഫസ്റ്റ് ഞാൻ പറയാം, ടാപ്പ് ഒടിഞ്ഞു പോയി അകത്ത് വെച്ചിട്ട്. അപ്പൊ ഒടിഞ്ഞു പോയ സമയത്ത് ഇങ്ങനെ വെള്ളം പൊക്കോണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഫസ്റ്റിലെ അറിയാവുന്നവരായി നേരെ മെയിൻ വാൽവ് കൂട്ടും. മെയിൻ വാൽവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാങ്കിന്റെ തൊട്ട് താഴെയായിട്ടാണ്. ആ വാൽവ് പൂട്ടിയിട്ട് നമ്മൾ നേരെ വിളിക്കുന്നത് പ്ലംബറെ ആയിരിക്കും. പ്ലംബറെ വിളിക്കുമ്പോൾ എന്തുവാ, പ്ലംബർ വരാൻ ചിലപ്പം താമസിക്കും. അപ്പൊ നമുക്ക് സ്വയം എങ്ങനെ ടാപ്പ് ഒടിഞ്ഞത് മാറ്റാം എന്നുള്ളതാണ് വീഡിയോ. അതിനുവേണ്ടി ഒരു ചെറിയ ഇത്രയും വീതി കുറഞ്ഞൊരു ആക്സോ ബ്ലേഡ്, ഒരു പ്ലെയർ, പിന്നെ ഇത് വന്നിട്ട് മുക്കാലിക്കര ടാപ്പാണ്, അരയുടെ ടാപ്പാണിത്. ഇതൊരു ടഫ്ലാൻ ടേപ്പ്, ഇതൊരു സ്ക്രൂ ഡ്രൈവർ. ഞാൻ എന്തുവാലും വാൽവ് പൂട്ടാം, അതിനുശേഷം കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പം വെള്ളം പോകുമ്പോൾ ഇതിന്റെ മേളിലാണ് ടാങ്ക്, തൊട്ട് താഴെയായിട്ട് ഇത് 1 ഇഞ്ചിന്റെ വാൽവാണ്. 1.25 1.5 വരും. അപ്പം നേരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരെ വെള്ളം പൊക്കോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ലെഫ്റ്റിലോട്ട് ഇങ്ങനെ കറക്കി തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ വെള്ളം നിൽക്കും. ഇനി നമുക്ക് എങ്ങനെ ടാപ്പിന്റെ അകത്ത് ഒടിഞ്ഞിരിക്കുന്നത് മാറ്റാമെന്ന് കാണിക്കാം ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ ആ വാൽവ് പൂട്ടി കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ വെള്ളം നിന്നു. ഇത് മുക്കാലിക്കര ബ്രാസ് FT ആണ്. ഞാനൊരു ചെറിയ ഒരു ബ്ലേഡ് എടുത്തിട്ടുണ്ട്. അത് എടുത്തിട്ട് എങ്ങനെയാണ് ഇതിന്റെ അകത്ത് ഒടിഞ്ഞിരിക്കുന്ന ടാപ്പ് മാറ്റാം എന്നുള്ളതാണ്. ആദ്യമേ ഈ ഒരു ടാപ്പിന്റെ മുക്കാലിക്കര ബ്രാസ് FT അകത്ത് കയറ്റുക. ഈ ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. അത് ഫുള്ള് കട്ട് ചെയ്ത് വിടല്. ആ ഒരു സ്വർണ്ണ കളറിന്റെ ഒരു ഇതുണ്ട്, അതിന്റെ ഒരു അടുത്ത് വരെ നമ്മളിങ്ങനെ 4-5 ഭാഗങ്ങളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കണം. അതിനുശേഷമാണ് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ടത്. ഇപ്പം ഒരു വശം ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് വരും. എന്നിട്ടാണ് സ്ക്രൂ ഡ്രൈവർ കൊണ്ട്, ഇത് പഴയ ഏതെങ്കിലും ഒരു ഫ്ലാറ്റിന്റെയോ മൈനസ് എന്നൊക്കെ പറയുന്ന സ്ക്രൂ ഡ്രൈവർ ഉണ്ടല്ലോ, അതെടുക്കണം. എന്നിട്ട് പ്ലെയറോ ഇതെല്ലാം വെച്ച് അടിച്ച് കളയണത്. കൈയൊന്നും മുറിയാതെ നോക്കണം. ഇത് നമ്മൾ പ്ലംബറെയൊക്കെ വിളിച്ച് നമുക്ക് വെള്ളം ആവശ്യമുള്ളതില്ലേ, അവർ വരുന്നിടം വരെ വാല് പൂട്ടിയിടാൻ പറ്റുമോ? അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് എങ്ങനെ വീട്ടിൽ ഒടിഞ്ഞ് ടാപ്പ് മാറ്റാം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഫ്ലാറ്റ് എന്ന് പറഞ്ഞ മൈനസ് എന്നൊക്കെ പറയുന്നത്, ഇത് നല്ല സ്കൂട്ടർ, നിങ്ങൾ പഴയ ഒരു സ്കൂട്ടർ എടുത്താൽ മതി. ഇതൊരു പ്ലെയർ ഇങ്ങനെ അടിക്കാനാണ്. അപ്പൊ നമ്മൾ ഇതിങ്ങോട്ട് കയറ്റുക, ഇങ്ങനെ അടിക്കണം. അടിച്ചടിച്ച് ആ മുറിയുന്ന ഓടം വെച്ച് ഇളകി വരും. ഇതിപ്പോ നല്ല ഉറച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ നാടുന്നത് ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ ഇങ്ങനെ അടിക്കണം. അടിച്ചടിച്ച് ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ ഇളകി വരും. ചിലപ്പോൾ കുറച്ചൊക്കെ അകത്തിരിക്കും. അത് നമ്മൾ ഈ വാൽവ് തുറക്കുന്ന സമയത്ത് നമുക്കതെടുക്കാം. ഇതുണ്ടോ, ഇതെല്ലാം എന്നിട്ട് ഇത് പ്ലെയർ വെച്ച് ഇങ്ങനെ പിടിച്ചെടുത്താൽ മതി. നമ്മൾ പൊട്ടിച്ച സാധനം കണ്ട ഇങ്ങനെ വരും. പിന്നെ ഓരോ പീസായിട്ട് കട്ട് ചെയ്താൽ മാത്രമേ അകത്തുള്ളത്. ഇതിപ്പം നമ്മുടെ സ്റ്റീലിന്റെ ടാപ്പാണെങ്കിലും PVC ആണെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതാഹം കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഒന്നുമില്ല, കണ്ടോ, ഇപ്പൊ ക്ലിയർ ആയി. ഇനി വേണമെങ്കിൽ നമുക്കൊന്ന് വാൽവ് തുറന്ന് ഇതിനകത്തുള്ള കച്ചറയൊക്കെ കളയാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് വാൽവ് കൊണ്ട് ഓപ്പൺ ആക്കി. അപ്പൊ അവിടെ വെള്ളം പോകും. ഓടിയോ, കാണിക്കാം. ഓടി പോകണ്ടേ, നല്ല പ്രഷറിൽ വെള്ളം പോകുന്നതുണ്ടോ. ഇനി വാൽവ് പൂട്ടാം. അപ്പൊ ഇതിട്ട് ടഫ്ലാൻ ടേപ്പ് വെച്ച് ടാപ്പ്, നമ്മള് അരയിഞ്ചിന്റെ ഒരു ഓസ് ടാപ്പാണ്. ഇതൊരു ടഫ്ലാൻ ടേപ്പാണ്. ഇതിനകത്ത് ഓസിനകത്ത് ടഫ്ലാൻ ടേപ്പ് എങ്ങനെ ചുറ്റുന്നതിലൂടെ ഞാൻ കാണിച്ചു തരാം, അറിയാത്തവർക്കായിട്ട്. സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ പ്ലംബർ അല്ലാത്തവർക്ക് പാടാ അറിയാനായിട്ട്. ഇത് ഒരു വാഷറുണ്ട്. വാഷർ നമ്മൾ ഫസ്റ്റില് ഇങ്ങനെ അകത്തോട്ട് കയറ്റിയിടുക. ടഫ്ലാൻ ടേപ്പ് ഇങ്ങനെ എടുക്കുക. ഇതിൻ്റെ ഒരു എൻഡുണ്ട്. എൻഡ് നമ്മളിങ്ങനെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്യണം. എന്നിട്ട് റൈറ്റിലോട്ട് ഇങ്ങനെ ചുറ്റണം. ലെഫ്റ്റിലോട്ട് ചുറ്റി കഴിഞ്ഞാൽ തള്ളി വരും. റൈറ്റിലോട്ട് തന്നെയാണ് ചുറ്റണം. ഇങ്ങനെ ചുറ്റുക. ഇച്ചിരി കട്ടിക്ക് വേണം. ഒത്തിരി കട്ടിയാവാനും പാടില്ല, ഒത്തിരി ലൂസ് ആവാനും പാടില്ല, അല്ലെങ്കിൽ അത് ടൈറ്റ് ആവത്തില്ല. അതേപോലെ കയറാനും പാടായിരിക്കും. FT അത് ഇങ്ങനെ ചുറ്റിയിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, എന്നിട്ട് പതുക്കെ ഇതിലോട്ട് വെക്കുക. വെച്ചിട്ടാണ് ഇങ്ങനെ റൈറ്റിലോട്ട് തിരിക്കുക. തിരിച്ച്
ഇങ്ങനെ നേരെ വെക്കുക. അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ വാൽവ് തുറന്ന് വെള്ളം വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ വാൽവ് അവിടെ തുറന്നു കഴിഞ്ഞു. ഇനി കണ്ടോ വെള്ളം വരുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, നല്ല ഫോഴ്സിൽ വെള്ളം വരുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. ഇതേപോലെ നല്ല അടിപൊളി വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ വരെ വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഫേസ്ബുക്ക് പേജ് വഴിയാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ ലൈക്ക് അടിക്കാനും ഒന്നും മറക്കരുത്. അതേപോലെ ഞാൻ ഒരു പ്ലംബറും ഒരു ഇലക്ട്രീഷ്യനും അതേപോലെ AC ടെക്നീഷ്യനും എല്ലാ വർക്കുകളും ചെയ്യുന്നതാണ്. അതുപോലെ നമുക്ക് ഷോപ്പ് ഉണ്ട്, നിങ്ങൾക്ക് പാർട്സ് വേണമെങ്കിലോ അതേപോലെ നിങ്ങൾക്ക് വർക്ക് വല്ല കാര്യങ്ങളോ ചെയ്യണമെങ്കിലോ ഞാൻ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വന്ന് ചെയ്തു തരുന്നതായിരിക്കും. ലോങ് ഒന്നും അങ്ങനെ വരാൻ പറ്റത്തില്ല, അടുത്തൊക്കെ ഏകദേശമൊക്കെ കുറച്ച് ദൂരമുള്ളടുത്ത് വരുന്നതായിരിക്കും. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ടും വരുന്നിടം വരേക്കും ബൈ.